നമുക്ക് പിന്നെ ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇസ്ലാമികമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തി എന്ന് പറയുന്നത്, ഒന്ന്, എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ ഡിമാൻഡുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഒരുപാട് അംഗസംഖ്യയുള്ള ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു റിലീജിയനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എപ്പോഴും അതിനൊരു ഹൈ ഡിമാൻഡ് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ, ഏഷ്യ, ആഫ്രിക്കയിൽ, അതേപോലെ തന്നെ ഈവൻ യൂറോപ്പിലും പിന്നെ ഒക്കെ ഇന്ന് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇസ്ലാമിക് ഫിൻടെക് സൊല്യൂഷൻസ്. ഇന്ന് ധാരാളമായി മുമ്പുള്ള കാലത്തേക്കാൾ വളരെയധികം സൊല്യൂഷൻസ് വർദ്ധിച്ചു. അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന അതോറിറ്റീസ് വന്നു. അതേപോലെ തന്നെ കൃത്യമായ കോൺഫറൻസുകളിലൂടെയും മറ്റൊക്കെ അതിൻ്റെ നിയമങ്ങൾ വിഭാവനം ചെയ്യപ്പെടുകയും അതിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ കൂടുതൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫിൻടെക് സൊല്യൂഷൻസ് ഇന്ന് സാധാരണ കൺവെൻഷണൽ ബാങ്കിങ്ങിനെ വെല്ലുന്ന വിധത്തിലുള്ള ബാങ്കിങ് സൊല്യൂഷൻസ് ഒക്കെ അൽഹംദുലില്ലാഹ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നർത്ഥം.